പ്രിയ സഹകാരികളെ, അജിത് കുമാർ എഡ്യൂസോണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള സഹകരണ സംഘം നിയമം 2023 സമഗ്ര ഭേദഗതി കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഇന്നേക്ക് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വന്നിരിക്കുന്നു. അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് നിർവചനങ്ങൾ ഉൾപ്പെടെ 57ഓളം ഭേദഗതികളാണ് സഹകരണ നിയമത്തിൽ കഴിഞ്ഞ സമഗ്ര ഭേദഗതിയിൽ കഴിഞ്ഞ 18 അധ്യായങ്ങളിലായി ഈ ഭേദഗതികളെല്ലാം തന്നെ വളരെ വിശദമായി എന്നാൽ ലളിതമായി വളരെ ഹൃദ്യമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മാന്യ സഹകാരികളും സഹകരണ വിദ്യാർത്ഥികളും നമ്മളുടെ ചർച്ച ഈ കഴിഞ്ഞ 18 അധ്യായങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കെടുക്കും. ഇപ്പോൾ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ റൂളുകളിൽ ആവശ്യമായ ഭേദഗതികൾ അതും സമഗ്ര ഭേദഗതി തന്നെയാണ്. ഭേദഗതി വരുത്തി സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ 31/12/2024 നമ്മളുടെ ചട്ട ഭേദഗതിയുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ചട്ടങ്ങളിൽ അല്ലെങ്കിൽ റൂൾസിൽ വന്നിരിക്കുന്ന ഭേദഗതികൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ സമഗ്ര സഹകരണ നിയമ ഭേദഗതിയുടെ അന്തസത്ത പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാനാകുക. അതുകൊണ്ട് ചട്ട ഭേദഗതിക്ക് വളരെ പ്രാധാന്യം. നിയമ ഭേദഗതി 2023 ഏത് രീതിയിലാണോ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതേ മാനദണ്ഡത്തിൽ അതേ രീതിയിൽ തന്നെ സഹകരണ ചട്ടങ്ങൾ റൂൾസിൻ്റെ ഭേദഗതിയും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഈ ഏകദേശം 53ഓളം ഭേദഗതികളാണ് ചട്ടങ്ങളിൽ സഹകരണ ചട്ടങ്ങളിൽ റൂൾസിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓരോന്നായി നമുക്ക് വിശദമായി എന്നാൽ സിമ്പിളായി പരിശോധിക്കാം. ഓക്കെ, ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, സഹകരണ നിയമം മാത്രമല്ല ഏതൊരു നിയമവും ഫ്രെയിം ചെയ്യാനുള്ള, നിയമം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യാനുള്ള അധികാരം, അതിൻ്റെ കമ്പീറ്റൻ്റ് അതോറിറ്റി ആരാണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിയമങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ അത് ഫ്രെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നത് നിയമസഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതാര്? അതാണ് ഇനി രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അടുത്ത വേറൊരു പോയിന്റ് ആരാ? അത് സർക്കാരാണ്, ഗവൺമെൻറ്റാണ് നിയമങ്ങളുമായി നിയമസഭ പാസാക്കിയ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത നിയമങ്ങൾക്ക് ഉപോത്ബലകമായ ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് സർക്കാരാണ്, ഗവൺമെൻറ്റാണ്. രണ്ടാമത് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, രണ്ടാമത്തെ കാര്യം, അത് മുൻ ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ പല ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ബ്രീഫായിട്ട് ഒരൊറ്റ കാര്യം ചോദിക്കുന്നു: എന്താണ് ആക്റ്റും റൂളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ റൂൾസ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സംഗതി മനസ്സിലാക്കുക. എന്താണ് വ്യത്യാസം? നമുക്കറിയാം എന്താണ് ഒരു നിയമം, എന്താണ് എന്ന് പ്രതിപാദിക്കുന്ന ഭാഗമാണ് നമ്മുടെ ആക്ട്. സിമ്പിളായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഇൻഡെപ്ത് സംഗതിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം പെരിഫറലായിട്ട് ചോദിച്ചാൽ എന്താണ് നിയമം? അതാണ് ആക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആക്ട് എന്താണ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് വന്നാൽ എങ്ങനെയാണ്, മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോർഷൻ എങ്ങനെയാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് നിയമം, എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതി, അതാണ് ചട്ടം. അപ്പോൾ നിയമങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കുന്നു, ഫ്രെയിം ചെയ്യുന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ് സർക്കാരിനുമാണ്. ഇത് നട്ഷലായിട്ട് ഇത്ര മാത്രം സുഹൃത്തുക്കൾ മനസ്സിലായി. ബന്ധപ്പെട്ട റൂൾസ് ഉണ്ടാക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമായിട്ടുള്ള സർക്കാരിൻ്റെ അധികാരം നമ്മളുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് നമുക്ക് സെക്ഷൻ 110 സെക്ഷനുകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ 109ാമത്തെ സെക്ഷനിൽ ഈ സർക്കാരിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരത്തിനെ സംബന്ധിച്ച് കൃത്യമായി പരാമർശം സെക്ഷൻ 109. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റൂൾസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ
അമെൻമെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഇതിൽ വലിയ മസിൽ പിടുത്തത്തിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് നോക്കുക. ഒന്നാമത്തെ അമെൻമെൻറ്റ്, അതിൻ്റെ പേര് തന്നെ എല്ലാ നിയമങ്ങളിലും എല്ലാ ചട്ടങ്ങളിലും നമ്മൾ കാണുമ്പോൾ തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ് വരിക. എന്താണ്? ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്. നമ്മൾ ആക്ട് ഡിസ്കസ് ചെയ്തപ്പോഴും ആദ്യം പറഞ്ഞത് തന്നെയാണ് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്. എന്താണ് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്? ഇതിൻ്റെ പേരെന്താണ്? നമുക്കറിയാം, ഇത് ഒരു സമഗ്ര ചട്ട ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേര് ഇത്രയേ ഉള്ളൂ: കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് ഓഫ് 2024. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം: കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് ഓഫ് 2024. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ, പേര്. അപ്പോൾ രണ്ട് ഭാഗങ്ങളായി, ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്. അതിൻ്റെ ടൈറ്റിലായി കഴിഞ്ഞു, അത് ഞാൻ 2 വട്ടം പറഞ്ഞു, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇനി അതിൻ്റെ കമൻസ്മെൻറ്റ് എന്ന് മുതലാണ് ഇത് തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. എന്ന് മുതലാണ് തുടങ്ങുക? ഇതിൻ്റെ ഡേറ്റ് ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 31/12/2024, 31 ഡിസംബർ 2024 ആണ് ഇതിൻ്റെ കമൻസ്മെൻറ്റ് ഡേറ്റ്. ഈ 2 കാര്യങ്ങളാണ് ഒന്നാമത്തെ അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്: ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്. സിമ്പിളായി മനസ്സിലായല്ലോ? ദാറ്റ്സ് ആൾ. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ചട്ട ഭേദഗതികളെ സംബന്ധിച്ച വിശദമായ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുക. എന്താണ്? നമുക്കറിയാം, ഡെഫിനിഷൻസിലാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന മാറ്റം. നമ്മൾ ആക്ട് പഠിച്ചപ്പോഴും അതിൽ തന്നെയാണ് മാറ്റം വന്നിട്ടുള്ളത്. നമുക്കറിയാം, ആക്ടിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 ആണ്. അപ്പോൾ റൂൾസ് സംബന്ധിച്ച ഡെഫിനിഷൻ റൂൾ 2 ആണ്. ആക്ട് 2 എന്ന് പറയുമ്പോൾ തന്നെ റൂൾസ് 2 രണ്ടും ഡെഫിനിഷൻസ് തന്നെയാണ്. ഈ റൂൾ 2-ലാണ് ആദ്യമേ വന്നിരിക്കുന്ന ഒരു മാറ്റം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ റൂൾ 2-ൽ ഡെഫിനിഷൻസിൽ നമുക്കറിയാം എ മുതൽ കെ വരെ എത്രയാണ്? എ മുതൽ കെ വരെ 13 ഡെഫിനിഷൻസാണ്, നിർവചനങ്ങളാണ് റൂൾസിനെ സംബന്ധിച്ച് നമ്മുടെ ബേസിക് ആക്റ്റിൽ ഉള്ളത്. അതിലാദ്യത്തെ ഡെഫിനിഷൻ എക്ക് ശേഷം പുതിയ ഒരു ഇൻസെർഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ഈ അമെൻമെൻറ്റിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഇൻസെർഷനാണ്. അത് എക്ക് ശേഷമായതുകൊണ്ട് അതിനെ നമ്മൾ A1 എന്ന പേര് കൊടുത്തിരിക്കുന്നു. ഇത് ടീം ഓഡിറ്റ് സംബന്ധിച്ചാണ്. നമ്മൾ ടീം ഓഡിറ്റ് സംബന്ധിച്ച് ഈ കഴിഞ്ഞ അമെൻമെൻറ്റിൽ സമഗ്ര ഭേദഗതിയിൽ ഏത് സെക്ഷനിലാണ് നമ്മൾ കണ്ടത്? സെക്ഷൻ 63-ൻ്റെ ഒരു സബ്സെക്ഷൻ 9 പുതിയ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? ഈ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. നമ്മളുടെ ആക്ടിൻ്റെ വീഡിയോസ് കൂടി ഒന്ന് കണ്ട് റിമൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ചട്ടങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഓക്കെ, എന്നാലും നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ സെക്ഷൻ 69-ൽ പുതിയൊരു ഇൻസെർഷൻ. കാലം മാറി, ഓഡിറ്റ് രീതികൾ മാറി, ഓഡിറ്റ് സംവിധാനങ്ങൾ മാറി. അതുകൊണ്ട് ആക്റ്റിൽ അതുമായി ബന്ധപ്പെട്ട കാലോചിതമായ മാറ്റം കൊണ്ടുവന്നു. ഇൻഡിവിജ്വൽ ഓഡിറ്റ് അല്ല, ഇനി സംഘങ്ങളിൽ നടക്കുക ടീം ഓഡിറ്റാണ്. അതുമായി ബന്ധപ്പെട്ട ടീം ഓഡിറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പരാമർശമാണ് സെക്ഷൻ 63-ൽ സബ്സെക്ഷൻ 9 നമ്മൾ പഠിച്ചത്. അതിനകത്ത് എന്താ പറയുന്നത്? ടീം ഓഡിറ്റ് ഓരോ സംഘവും ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയിരിക്കും, ഒരു കൂട്ടം ഓഡിറ്റേഴ്സ് ആയിരിക്കും, ഒരാളല്ല. അതിനെ ടീം ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ടീം ഓഡിറ്റ് എന്ന് പറയും. ഈ ടീമിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാ? ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു സ്കീം ഫ്രെയിം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരായി സ്കീം ഫ്രെയിം ചെയ്യുന്ന? ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ സർക്കാർ ഫ്രെയിം ചെയ്യുന്ന ഒരു സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് നിയമിക്കുന്ന ഒരു കൂട്ടം ഓഡിറ്റേഴ്സിനെയാണ് ടീം ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുക. അവർ നടത്തുന്ന ഓഡിറ്റിനെ ടീം ഓഡിറ്റ് എന്നും പറയും. ഇതാണ് സെക്ഷൻ 63 നമ്മൾ കണ്ടത്. അതിൽ പുതിയ ഒരു മാറ്റം വന്നതുകൊണ്ട് ചട്ടത്തിലും ആനുപാതികമായ മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. അതാണ് A1-ൽ പറയുന്നത് ടീം ഓഡിറ്റിനെ സംബന്ധിച്ച്. എന്താണ് ടീം ഓഡിറ്റിൽ ചട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന, റൂൾസിൽ കൊണ്ടുവന്നിരിക്കുന്ന സംഗതി? അത് ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. ടീം ഓഡിറ്റ് എന്ന് പറയുന്നത്, ടീം ഓഡിറ്റ് മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്, ഒരു കൂട്ടം ഓഡിറ്റേഴ്സാണ് അപ്പോയിൻറ്റഡ് ബൈ ഞാൻ പറഞ്ഞു ആരാ? ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഏതനുസരിച്ച്? ബാക്കി കാര്യങ്ങളൊന്നും ഈ റൂൾസിൽ പറയേണ്ട കാര്യമില്ല. സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63 ഓഫ് ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ടിൻ്റെ 63-ാമത്തെ സെക്ഷൻ, അതിൻ്റെ ഉപവകുപ്പ് 9 പ്രകാരം
കോപ്പറേറ്റീവ് ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് നിയമിക്കുന്ന ഒരു കൂട്ടം ഓഡിറ്റേഴ്സിനെയാണ് ടീം ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുക. അവർ നടത്തുന്ന ഓഡിറ്റാണ് ടീം ഓഡിറ്റ് എന്നതാണ് ഈ ചട്ടത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സെക്ഷന് ആനുപാതികമായ ചട്ടം ഇത് മനസ്സിലാക്കി വയ്ക്കുക. AI നിർവചനങ്ങളിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിർവചനം AA ഉണ്ട്. അതിനുശേഷം രണ്ടാമതായി ഒരു ഇൻസർഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ AAക്ക് ശേഷമായതുകൊണ്ട് AB എന്ന് പേരും കൊടുത്തിരിക്കുന്നു. എന്താണ് അത്? കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. നമ്മൾ നിയമ ഭേദഗതി വിശദമായി ചർച്ച ചെയ്തപ്പോൾ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്താണെന്ന് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഏത് സെക്ഷനിലാണെന്ന് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 57E. സെക്ഷൻ 57Eയിൽ വ്യക്തമായി കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ ചട്ടത്തിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ആസ് പെർ സെക്ഷൻ 57E. 57E പ്രകാരമുള്ള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെയാണ് നമ്മൾ ഇനി ഈ ചട്ടത്തിൽ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുക. നമ്മൾ അങ്ങനെ അതെന്ന് പറഞ്ഞാൽ അത്, ഇതെന്ന് പറഞ്ഞാൽ ഇത്, ഇങ്ങനെ പഠിച്ചു വച്ചിട്ട് കാര്യം ഇല്ല. എന്താണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്? ചട്ടത്തിൽ ആക്റ്റിൽ 57E എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതിൽ 2-3 കാര്യങ്ങളാണ്. ഇത് ഗവൺമെൻറ്റാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് സർക്കാരാണ്. അത് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മളന്ന് കണ്ടിട്ടുള്ളത്. എന്തിനാണത് വരിക? വീക്കർ സൊസൈറ്റീസ് പ്രവർത്തിക്കാൻ കുറച്ച് മോശമാണ്, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഡോർമൻ്റായി ഇത്തരം സംഘങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുക. ഇത് നമ്മൾ 57E പഠിച്ചതാണ്. അത് ഒന്ന് ഓർക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ചട്ടഭേദഗതിയിൽ ഇതൊന്നും പറയുന്നില്ല. നിയമത്തിൽ 57E എന്താണെന്ന് ഇനി ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി. ഡെഫിനിഷനിൽ വന്നിരിക്കുന്ന മാറ്റം Hലാണ്. Hൽ എന്താണ് പറയുക? പേഴ്സൺസ്. അതിൻ്റെ നിർവചനമാണ് ചട്ടം Hൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 2 പേരെയാണ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്ന് ഗവൺമെൻറ്, 2 കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഈ 2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേഴ്സൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ ഒരു കാറ്റഗറി കൂടി അതിനോടൊപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. പുതുതായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ്? LSG, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടി ഈ ഗണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇനി പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ 3 പേരുണ്ടാവും. ഗവൺമെൻറ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെൻ LSG, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഓക്കെ, ഇതാണ് ഇത് സംബന്ധിച്ച് മൂന്നാമത്തെ റൂളിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. റൂൾ 3യിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റാണ്. എന്താണ് റൂൾ 3? റൂൾ 3 എന്ന് പറയുന്നത് നമുക്കറിയാം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. ഒരു സംഘം പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷകൾ എങ്ങനെ ഇരിക്കണം എന്ന് വിശദമായി പ്രതിപാദിക്കുന്ന റൂളാണ് റൂൾ 3. ഇതൊരു ഘട്ടത്തിൽ നമ്മൾ ആക്ടിനെ സംബന്ധിച്ച്, ഇത് രജിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കാര്യം, മാറ്റമുള്ള ഭാഗം മാത്രം പറഞ്ഞു പോകുന്നതിനേക്കാൾ അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞിട്ട് മാറ്റം പറയുന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, റൂൾ 3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഏത് ഫോമിലായിരിക്കണം? ഫോം നമ്പർ 1 അതിൽ മാറ്റമില്ല, ഇപ്പോഴും അതുതന്നെ. അതിൽ കുറേ സബ് റൂൾസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തെ സബ് റൂളിലാണ് ഈ ഫോം നമ്പർ 1 അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറയുക. അതിൻ്റെ ഉപചട്ടം എയിൽ പറയുന്നുണ്ട്, ബൈലായുടെ 3 കോപ്പി വയ്ക്കണം. മാറ്റമുണ്ടോ? ഇല്ല, ഇപ്പോഴും അതുതന്നെ. എയിൽ മാറ്റമില്ല. ബിയിൽ എന്താണ്? എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക്, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദ പ്രപ്പോസ് സൊസൈറ്റി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഘത്തിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൽ നിന്നും വാങ്ങി വയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇനി ഇല്ല, അത് ഒമിറ്റ് ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഇല്ല. ഇനി ഉള്ള കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ടല്ലോ. മാറ്റമില്ല എങ്കിലും ഓടിച്ചു ഞാനെന്ന് പറയാം.
ലിസ്റ്റ് ഓഫ് പേഴ്സൺ ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ടു ഹാവ് അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അത് വയ്ക്കണം, അതിൻ്റെ 2 കോപ്പി വയ്ക്കണം. പിന്നെ വേറെന്താ, ഒരു സ്കീം, സംഘത്തിൻ്റെ വയബിലിറ്റിയെ സംബന്ധിച്ചൊരു സ്കീം വയ്ക്കണം, ബിസിനസ് വയബിലിറ്റിയെ സംബന്ധിച്ച സ്കീം. ഇതിലൊന്നും യാതൊരു അത് ഡി ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ എന്താ, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ വയ്ക്കാൻ പറഞ്ഞാൽ അതും വയ്ക്കണം, അത് ഈ ആയിട്ടും പറയുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഏക മാറ്റം വന്നിരിക്കുന്നത് ബിയിലാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇനിയില്ല, ഒമിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ മാറ്റം മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട മറ്റൊരു റൂൾ ഭേദഗതി വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫീസ് ഘടന സംബന്ധിച്ച അപേക്ഷാ ഫീസിൻ്റെ തോതുകൾ കാര്യമായി മാറ്റിയിരിക്കുന്നു. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. റൂൾ 3 സബ് റൂൾ 6. ഓക്കെ, റൂൾ 3 സബ് റൂൾ 6-ലാണ് ഫീസ് സംബന്ധിച്ച്, ഈ അപേക്ഷാ ഫീസ് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അതിൽ കാതലായ മാറ്റങ്ങളാണിപ്പോൾ വരുത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല. അതിൻ്റെ വാചക ഘടന പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഫോർ ദ എൻട്രീസ് അഗൈൻസ്റ്റ് ഐറ്റം നമ്പർ 1 കോളം നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ട. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം, 4 കാറ്റഗറിയിലാണ് ഈ സംഘങ്ങളെ പെടുത്തിയിരിക്കുക. ഒന്നാമത്തെ കാറ്റഗറി അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഒരു താലൂക്കിനകത്ത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള സംഘങ്ങളാണെങ്കിൽ നിലവിൽ അപേക്ഷാ ഫീസ് 2000 ആയിരുന്നു. ആ സ്ഥാനത്ത് 2500 രൂപ, 500 രൂപയുടെ വർധന, 2500. നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒരു താലൂക്കിനകത്ത് ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള സംഘങ്ങൾ 2000-ൽ നിന്നും 2500 ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, അപേക്ഷാ ഫീസ്. ഇനി ഒരു താലൂക്കിന് മുകളിൽ എന്നാൽ ഒരു ജില്ലയുമില്ല, ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, അങ്ങനെയാണെങ്കിൽ നിലവിൽ 4000 രൂപയായിരുന്ന സ്ഥലത്ത് ഇനി 5000 റുപ്പീസ് ആയിരിക്കും ഫീസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ എന്താ പറയുക, ഒരു ജില്ല മൊത്തമുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദ ഹോൾ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 ആയിരുന്നു നിലവിലെ ഫീസ്. അത് ഇനി 6250 ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിലവിലെയും ഞാൻ പറയുന്നുണ്ട്, മാറ്റിയതും പറയുന്നുണ്ട്. ചട്ടത്തിൻ്റെ ഗസറ്റ് നോക്കിയാൽ മാറ്റിയത് മാത്രമേ കാണൂ. വാചക ഘടന നിങ്ങളെ തെറ്റിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. ഡിസ്ട്രിക്റ്റ് ആസ് എ ഹോൾ ആണെങ്കിൽ 5000-ൽ നിന്നും 6250 ആയിട്ട് ഒരു വർധനവ് വരുത്തിയിരിക്കുന്നു. ഇനി ഒരു കാറ്റഗറി മാത്രം, ഒന്നിലധികം ജില്ലകൾ ആണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. If the area of operation of a society, proposed society, is more than 1 district, അങ്ങനെയാണെങ്കിൽ 10,000 റുപ്പീസ് ആയിരുന്നു നിലവിൽ. ഇനി അത് 12,500 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഈ ചട്ടം. അതായത് റൂൾ 3 സബ് റൂൾ 6-ൽ വന്നിരിക്കുന്ന കാതലായ മാറ്റങ്ങൾ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആയിരുന്നാലും സംഘത്തിൻ്റെ ഒരു രീതിക്കായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു അമെൻമെൻറ്റ് റൂൾ 3-ൽ സബ് റൂൾ 6-ൽ വന്നിരിക്കുന്ന ഈ രജിസ്ട്രേഷൻ ഫീസിൻ്റെ വർധനവാണ്. അത് മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, 6 സബ് റൂളുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഒരു സബ് റൂൾ കൂടി ആഡ് ചെയ്തിരിക്കുന്നു, പുതിയ അഡീഷനാണ്. അതുകൊണ്ട് തന്നെ അതിനെ 7 എന്ന് നമ്പർ ഇട്ടിരിക്കുന്നു. എന്താണ്, വേറൊന്നുമില്ല. 7-ൽ പറയുന്നത് എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ന്യൂ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. ഇപ്പം ഓൺലൈനിൻ്റെ കാലമാണ്. അതുകൊണ്ട് അപേക്ഷ ഫിസിക്കൽ മോഡിലോ ഓൺലൈനായിട്ടോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്നുകൂടി റൂളിൽ ഒരു അഡീഷൻ 7-മതായി റൂൾ 3-യുടെ സബ് റൂൾ 7-ആയി കൊണ്ടുവന്നിരിക്കുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. സിമ്പിളാണ്. ഇനി മൂന്നാമതായി കൊണ്ടുവന്നിരിക്കുന്ന റൂൾ ഭേദഗതി റൂൾ 4-ലാണ്. എന്താണ് റൂൾ 4? റൂൾ 4 നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. രജിസ്ട്രേഷൻ റൂൾ 4-ആണെങ്കിൽ അതിൻ്റെ സെക്ഷൻ ഏതായിരുന്നു? 7, സെക്ഷൻ 7. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മളത് വിശദമായി ചർച്ച ചെയ്തു തന്നെയാണ് സെക്ഷൻ 7. ഇനി ഈ റൂൾ 4 എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? ഒരു സിമ്പിൾ മാറ്റമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആ മാറ്റം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു നട്ഷൽ ഞാൻ അങ്ങോട്ട് പറയാം. അതായത് ഇത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട റൂളാണെന്ന് ഞാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളാണ് ഈ റൂൾ 4-ൽ പറയുന്നത്. അതിൽ 7 സബ് റൂൾസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി ആഡ് ചെയ്ത് 8 എണ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ റൂൾ 4-ൽ സബ് റൂൾസ് 8 എണ്ണവും ഉണ്ട്. നടപടിക്രമങ്ങളാണ്. ഒരു സംഘം, പുതിയ സംഘം
എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതാണ് ഈ റൂൾ 4 പറയുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങൾ ഓടിച്ച് നമുക്കൊന്ന് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, റൂൾ 3 പ്രകാരമുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഏതിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക? ഫോം നമ്പർ 1 കിട്ടിയാൽ രജിസ്ട്രാർ അതിൻ്റെ ഡീറ്റെയിൽസ് ഫോം നമ്പർ 2 രേഖപ്പെടുത്തണം എന്നാണ് ആദ്യത്തെ സബ് റൂളിൽ പറയുന്നത്. ഇതൊരു നടപടിക്രമം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യണം രജിസ്ട്രാർ. ഏത് വെച്ചിട്ട് സെക്ഷൻ 7 പറയുന്ന എ മുതൽ ഇ വരെയുള്ള ക്ലോസുകളെല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എ മുതൽ ഇ വരെ. ഇപ്പോൾ ഈ റൂളിൽ അതിനെ ഒരു ചെറിയ മാറ്റം വരുത്തി എഫ് ഇ അല്ല, എ മുതൽ എഫ് വരെ എന്നാക്കിയിരിക്കുന്നു. ഒന്നുകൂടി ചേർത്തു. ഇ മുതൽ എന്നുള്ളത് എഫ് വരെ ഒന്നുകൂടി ആഡ് ചെയ്തു. എഫ് വരാൻ കാരണം എന്താ? നിയമത്തിൽ എഫ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട്. നമ്മൾ നിയമ ഭേദഗതി പഠിച്ചപ്പോൾ എഫും കൂടി ആഡ് ചെയ്തു. റൂളിൽ അതില്ലാതെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെയും എഫ് കൂടി ആഡ് ചെയ്തു. അതുമാത്രം. എന്താണ് ഈ എഫിൽ പറഞ്ഞിരുന്നത് അന്ന്? അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് വേറൊന്നുമല്ല, നമ്മുടെ പുതിയതായിട്ടുള്ള പ്രപ്പോസ് സൊസൈറ്റി എന്നാണ് അതിന് പറയുക. പുതിയ സംഘത്തിന് പ്രപ്പോസ്ഡ് സൊസൈറ്റി എന്നാണ് പറയുക. ആ പുതിയൊരു സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഒരു അഡീഷൻ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് സംഘങ്ങളാണെങ്കിൽ ഷെയർ ക്യാപിറ്റലായിട്ട് 2.5 ലക്ഷം രൂപ കളക്ട് ചെയ്യണം. അത് നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. നിയമ ഭേദഗതി ചർച്ച ചെയ്ത ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ക്രെഡിറ്റ് സൊസൈറ്റി 2.5 ലക്ഷം രൂപ മിനിമം ഷെയർ ക്യാപിറ്റലായി കളക്ട് ചെയ്യണം. ഇനി നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 2.5 വേണ്ട, 1 ലക്ഷം രൂപ കളക്ട് ചെയ്താൽ മതി. ഇത് അന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇതിന് കുറേ എക്സംഷൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? കുറേയധികം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഫിഷർമാൻ, വനിത, ട്രാൻസ്ജെൻഡേഴ്സ് പുതിയ കാറ്റഗറി, ആനന്ദ് പാറ്റേഴ്സ് മിൽസ് സൊസൈറ്റി, അതുപോലെ സ്കൂൾ സൊസൈറ്റി, കോളേജ് സൊസൈറ്റി, ഇങ്ങനെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന സംഘത്തിനൊന്നും ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യേണ്ട കാര്യമില്ല. എക്സംഷനാണ്. ഇപ്പോൾ ഇതാണ് ആക്ച്വലി ആ നിയമ ഭേദഗതിയിലെ എഫായിട്ട് കൊണ്ടുവന്നത്. അത് ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ അതും കൂടി ആഡ് ചെയ്തു. അതാണ് ഈ ചട്ടത്തിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന മാറ്റം. ഓക്കെ, ഈ പറഞ്ഞ എഫ് കൂടി ആഡ് ചെയ്തു. എ മുതൽ ഇ വരെ എന്നുള്ളത് എ മുതൽ എഫ് വരെ. അത് നിങ്ങൾക്ക് നോക്കാം. ഈ റൂൾ 4 സബ് റൂൾ 4 ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. അതിൽ 4 വേറൊന്നുമില്ല. നമ്മൾ ആക്ച്വലി 4 പറയുന്ന ഒരു കാര്യം, യഥാർത്ഥ കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ അത് പരിശോധിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ പോസിബിൾ ആണെങ്കിൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫോം നമ്പർ 3 നൽകണം എന്നാണ് ഈ സബ് റൂൾ 4 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു അഡീഷൻ കൂടി നമ്മളിപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആഡ് ചെയ്തത്? നമ്മൾ പറഞ്ഞു മിനിമം ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റൈസ് ചെയ്യണം. ക്രെഡിറ്റ് സംഘങ്ങളാണെങ്കിൽ 2.5 ലക്ഷം, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1 ലക്ഷം. കുറേയധികം സംഘങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. ഇങ്ങനെ കളക്ട് ചെയ്ത ഷെയർ ക്യാപിറ്റൽ ഒരു ഫിനാൻസിങ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അറ്റാച്ച് ചെയ്യാൻ ചീഫ് പ്രൊമോട്ടറോട് നിർദ്ദേശിക്കണം എന്നുള്ള ഒരു ചട്ടം കൂടി കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ 4. അപ്പോൾ ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ചീഫ് പ്രൊമോട്ടറോട് നിർദ്ദേശിക്കണം എന്നുകൂടി കൊണ്ടുവന്ന ഒരു മാറ്റമാണിത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് കൂടെ കാണാൻ കഴിയും, അതിൻ്റെ അഡീഷനും കാണാൻ കഴിയും. ഞാൻ അതൊന്ന് വായിക്കാം. സബ് റൂൾ 4 ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ അത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു ചുവന്ന അക്ഷരത്തിൽ ഒരു പുതുതായി ഇൻ ക്ലാസ് 4 ആഫ്റ്റർ ദ വേർഡ്സ് നിങ്ങൾ കാണാൻ കഴിയും ദ എബോവ് റിക്വയർമെൻറ്റ് എന്ന് നമ്മൾ നേരത്തെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കണ്ടല്ലോ. അതിനുശേഷമാണ് നമ്മൾ പുതിയ ഒരു ഇൻസർഷൻ കൊണ്ടുവരുന്നത്. ആഫ്റ്റർ ദ വേർഡ് ദ എബോവ് റിക്വയർമെൻറ്റ്, അതിനുശേഷം എന്താ വരേണ്ടത്? ദ സിമ്പിൾ ആൻഡ് വേർഡ്സ് ഹീ മേ, ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ഹീ മേ റിക്വസ്റ്റ് ദ ചീഫ് പ്രൊമോട്ടർ, ചീഫ് പ്രൊമോട്ടറോട് പറയണം. ഞാൻ സംസാരിച്ചത് തന്നെയാണ്. എന്താണ്? ടു സബ്മിറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ
By way of depositing the initial share capital collected from the promoting members in favor of the proposed society as per section 7 and shall be inserted എന്നുള്ള ഒരു ഇൻസെർഷൻ കൂടി ഈ ക്ലാസ് 4-ൽ കൊണ്ടുവരണം. ഈ സബ് റൂൾ 6-ൽ റൂള് 4 അതിൻ്റെ സബ് റൂൾ 6 സഹകരണ ചട്ടങ്ങളിൽ വന്നിരിക്കുന്ന പ്രമുഖമായ മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ബാക്കി തുടർന്ന് വരുന്ന ചട്ടങ്ങളിൽ വരുന്ന ഭേദഗതികളെ സംബന്ധിച്ച് വളരെ വിശദമായും എന്നാൽ വളരെ ലളിതമായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മൾ ഉടൻ തന്നെ അടുത്ത ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു അഗൈൻ. താങ്ക് യു.